നിരോധനത്തിന് ശേഷവും ഇലക്ട്രൽ ബോണ്ട് വഴി റെക്കോർഡ് സംഭാവനകൾ ലഭിച്ച ബി.ജെ.പിക്കെതിരെ കടുത്ത വിമർശനവുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു രാജ്യം ഒരു ബിസിനസ് എന്നതാണ് ബി.ജെ.പിയുടെ അജണ്ടയെന്നും എല്ലാ ബിസിനസ്സുകളെയും ചുരുക്കം ചിലരുടെ കൈകളിലേക്ക് ബി.ജെ.പി ചുരുക്കുകയാണ് എന്നും അഖിലേഷ് യാദവ് ആഞ്ഞടിച്ചു. എക്സ്പോസ്റ്റിലൂടെയായിരുന്നു അഖിലേഷിന്റെ വിമർശനം. സംഭാവനകൾ ലഭിക്കാൻ വേറെ എങ്ങോട്ടും പോകേണ്ട എന്നതിനാലാണ് ബി.ജെ.പി ബിസിനസ് മോണോപോളി സൃഷ്ടിക്കുന്നത് എന്ന് അഖിലേഷ് വിമർശിച്ചു. പണത്തിനോടുള്ള ആർത്തിയാണ് ബി.ജെ.പിക്ക് എന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇത്തരത്തിൽ എല്ലാ ബിസിനസ്സുകളെയും കുറച്ചുപേരിലേക്ക് ചുരുക്കുന്നത് രാജ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ നിയമങ്ങളും അവർക്ക് വേണ്ടി ബി.ജെ.പി മാറ്റിയെഴുതും. ഇത് ബാധിക്കുക കൂടുതൽ പണം നൽകേണ്ടി വരുന്ന ജനങ്ങളെയും സാധാരണക്കാരായ തൊഴിലാളികളെയുമാണ്. ഭൂരിപക്ഷം ജനങ്ങളും ചൂഷണത്തിനിരയാകും. രാജ്യം ബി.ജെ.പിയുടെ ഈ ഏകാധിപത്യ സ്വഭാവത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അഖിലേഷ് പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചിട്ടും ബി.ജെ.പിയുടെ സംഭാവനയിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. വെള്ളിയാഴ്ച ബി.ജെ.പി സമർപ്പിച്ച 2024-25 വർഷത്തെ സംഭാവന റിപ്പോർട്ട് പ്രകാരം ഈ വർഷം മാത്രം 6073 കോടി രൂപയാണ് പാർട്ടി കൈപ്പറ്റിയത്. 2023-24 വർഷത്തേക്കാൾ 53% വർധനവാണ് കണക്കുകളിൽ ഉണ്ടായിരിക്കുന്നത്. 2023-24 3967 കോടി രൂപയാണ് ബി.ജെ.പിക്ക് ലഭിച്ചത്. ഇതിൽ 42% ഇലക്ട്രൽ ബോണ്ട് വഴിയായിരുന്നു ബി.ജെ.പിക്ക് ലഭിച്ചത്. ഈ കണക്ക് പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കൾ ബി.ജെ.പിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ബി.ജെ.പിക്ക് ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചിട്ടും ഇത്രയധികം പണം, ഇരട്ടിപ്പണം എങ്ങനെ ലഭിച്ചു എന്നാണ് ചോദ്യം ഉയരുന്നത്. അത് വലിയ വിവാദങ്ങളിലേക്കും വഴിവെക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഒരിടയ്ക്ക് ഉയർന്നു വന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ കണക്ക് പ്രകാരം ബി.ജെ.പിക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ 50% വർധനവ് സംഭാവനയിൽ ഉണ്ടായിരിക്കുന്നത്. 2023-24 വർഷത്തേക്കാൾ 53% വർധനവ് ഉണ്ടായിരിക്കുകയാണ്. അതായത് 6073 കോടി രൂപയാണ് ബി.ജെ.പിക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഇത് റെക്കോർഡ് തുക തന്നെയാണ്. ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചിട്ടും രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഇത്രയധികം തുക ലഭിച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയാണ്, വിവാദങ്ങളിലേക്ക് പോവുകയാണ്.